നമസ്കാരം. കോൺഗ്രസിലെ പുനഃസംഘടന ചർച്ചകൾ വീണ്ടും സജീവമായ സാഹചര്യത്തിൽ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുകയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. പിടിച്ചതും പോകും കടിച്ചതും പോകും എന്ന അവസ്ഥയിലാണിപ്പോൾ സുധാകരൻ. എന്തായാലും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുകയാണ്. KPCCയിൽ പുനഃസംഘടന ഉടൻ വേണമെന്നാണ് ദീപാദാസ് മുൻഷി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് റിപ്പോർട്ട് കൈമാറിയത്. പാർട്ടിയിൽ പിന്നിൽ നിന്നും കുത്തുന്നവരെ തനിക്ക് അറിയാമെന്നാണ് സുധാകരൻ പറയുന്നത്. മനുഷ്യത്വമുള്ളവർ കൂടെ നിൽക്കും. അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോഴുണ്ടായ നേട്ടങ്ങളും പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കവുമെല്ലാം ഹൈക്കമാൻഡിനെ അറിയിക്കും. പാർട്ടി ആവശ്യപ്പെട്ടാൽ രാജിവെക്കുമെന്നും മുഖ്യമന്ത്രിയാകാനൊന്നും താനില്ല. ഇക്കാര്യം താനും VD സതീശനും ഒരുമിച്ച് പറഞ്ഞതാണെന്നും കെ സുധാകരൻ പറയുന്നുണ്ട്. KPCC പുനഃസംഘടനാ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന ശശി തരൂരിന്റെ നിലപാടിനെ MP സ്വാഗതം ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിന്റെ താല്പര്യവും ആഗ്രഹവുമായിരിക്കാം. താൻ ഇതൊന്നും നോക്കിയിട്ടില്ല. തനിക്ക് ഇതിൽ ആശങ്കയില്ലെന്നും സുധാകരൻ പറയുന്നു. ഹൈക്കമാൻഡ് ആവശ്യപ്പെടുകയാണെങ്കിൽ പൂർണ്ണമായും തീരുമാനത്തെ അംഗീകരിച്ച് ഇറങ്ങും. പ്രവർത്തനത്തിന്റെ രത്നച്ചുരുക്കം അറിയിക്കും. ബൂത്ത് കമ്മിറ്റി രൂപീകരിച്ചതുൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തന രീതിക്ക് സമാനമായി മറ്റൊരു സംസ്ഥാനത്തുമില്ല. ഞങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുവെന്നും അതിൽ തൃപ്തരാണ്. ആര് എന്തു പറഞ്ഞാലും പ്രശ്നമില്ലെന്നാണ് സുധാകരന്റെ അഭിപ്രായം. കാര്യങ്ങൾ വിശദീകരിച്ച് സ്ഥാനത്ത് തുടരാൻ ശ്രമിക്കുമോ എന്ന ചോദ്യത്തോട് ആരോടും ബാർഗെയിൻ ചെയ്യാനില്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. സ്വകാര്യമായി പലരും ബന്ധപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും അത് സ്വാഭാവികമാണ്. പിന്നിൽ നിന്ന് കുത്തുന്നവർ ഉണ്ടാവാം. അവരിൽ കുറെ പേരെയൊക്കെ എനിക്കറിയാം. കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉണ്ടായേക്കാമെന്നാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ നീക്കിയേക്കുമുള്ള സൂചനകൾ പുറത്തുവന്നത്. ഇതിന് പിന്നാലെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടെന്നാണ് വിവരം. അതേസമയം കേരളത്തിലെ പുതിയ KPCC അധ്യക്ഷനെ മാർച്ച് ആദ്യവാരം പ്രഖ്യാപിക്കും. പുനഃസംഘടനയിൽ ഉയർന്നു വന്നിട്ടുള്ള എതിർപ്പുകൾ ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല. എറണാകുളം, തൃശൂർ, കണ്ണൂർ, മലപ്പുറം ഒഴികെയുള്ള ജില്ലകളിലെ DCC അധ്യക്ഷന്മാർ മാറാനാണ് സാധ്യത. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.